ഹായ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം എന്നും പുട്ട് ദോശ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം വെറൈറ്റി ആയിട്ട് ഇന്ന് കുത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. ഇത് പ്രത്യേകിച്ച് നന്ദുവിനും അബിക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇതങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനുള്ള മാവൊക്കെ റെഡിയാക്കിയതാണ് കേട്ടോ. പച്ചരിയൊക്കെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് അതൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്തിന് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി എടുത്തിന്. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടപ്പോഴേക്കും അടുപ്പത്താണ് ചട്ടി വെച്ചത്. അപ്പോൾ ഇത് അടുപ്പത്തുണ്ടാക്കിയാൽ നന്നായി കിട്ടുള്ളൂ കേട്ടോ. ഗ്യാസുമ്മലൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഗ്യാസുമ്മലൊക്കെ ഇട്ടാൽ അതൊരു നന്നാവാത്ത പോലെ എനിക്ക് തോന്നും കേട്ടോ ഈ ചട്ടി ഗ്യാസുമ്മൽ വെച്ചാൽ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഇത് വെച്ച് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു എന്താ പറയുക രാവിലത്തെ ഒരു കടി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മധുരമുള്ള ചായൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഇതിന് മുന്നേ ഈ വീഡിയോ ഒക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എന്നും വ്ളോഗ് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഡെയിലിയൊക്കെ വീഡിയോ ഇടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. ഡെയിലി വീഡിയോ ഒന്നും ഇപ്പോൾ ഇടലില്ല, 2 ദിവസം കൂടുമ്പം അല്ലെങ്കിൽ ഒന്നരാടം അങ്ങനെയൊക്കെ ആയി മാറിയാണ് ഇപ്പം. പണ്ടത്തെ പോലെ എന്താ അറിയില്ല, വീഡിയോ എടുക്കുന്ന കാര്യത്തിനൊക്കെ എന്തൊക്കെയോ ഒരു അപാകതയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഒന്നും മനസ്സിലാവണില്ല എനിക്ക്. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ, സത്യം പറയാ വെച്ചാൽ കൈക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ അറിയില്ല, രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റണില്ല. വലത് കൈക്ക് ഭയങ്കര വേദന, തരിപ്പ് അതൊക്കെ ആയിട്ട് രാത്രിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം കുറേ അങ്ങോട്ട് സമയം കഴിയുമ്പോഴാണ് ഒന്ന് ഉറങ്ങിപ്പോണത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പം ഭയങ്കരമായിട്ട് നേരം വഴുകുന്നുണ്ട്. 6:30 ആയി നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കേട്ടോ. അനീഷേട്ടനാണെങ്കിൽ 7:10 ആകുമ്പം പോവും വേണം. ഞാൻ എന്താ ചെയ്യാമെന്നുള്ളൊരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് അരിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് ചിക്കൻ കൊണ്ടുവന്നിനി, അത് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കറി ഉണ്ടാക്കണ്ട, കറി ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം പച്ചരി അരച്ചിട്ട് വേഗം കുത്തപ്പം ഉണ്ടാക്കണം. അനീഷേട്ടന് കൊണ്ടുപോകാനും വേണം, ഇവിടുന്ന് ചായ കുടിക്കാനും വേണം. അപ്പോൾ എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗം ശരിയാക്കിട്ടോ. അപ്പോഴേക്കും അമ്മ എണീച്ച് വന്നിട്ട് അപ്പോൾ അമ്മ കുത്തപ്പം ചുടുന്ന കാര്യം ഏറ്റെടുത്തിട്ടോ. അപ്പോൾ ഞാൻ വേഗം ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയി. അല്ലെങ്കിൽ രാവിലെ തന്നെ ചോറ് വെക്കണതാണ്. ഇന്ന് പിന്നെ ഞാൻ വേഗം അഞ്ചിയാറിന് വേണ്ടി മാത്രം കുക്കറിലിട്ട് അടുപ്പത്ത് വെച്ചാൽ ആ സമയമാകുമ്പോഴേക്കും ആവില്ല, അതുകൊണ്ട് കുക്കറിലിട്ട് കേട്ടോ. അപ്പോൾ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അത് ഞാൻ തിളപ്പിച്ചെടുത്തിന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉച്ചത്തേക്കും എല്ലാം കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ഈ കറി എന്തായാലും. പിന്നെ അബിക്ക് നന്ദുവിനൊന്നും ഇത് വേണ്ട, അബിക്കിന്ന് കോളേജുണ്ട്, നന്ദുമോൾക്ക് ട്യൂഷനും പരീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദുമോൾ എന്തായാലും നേരത്തെ പോകും, അപ്പോൾ ഉച്ചയ്ക്കൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അഞ്ചേട്ടന് വേഗം ആയ കുത്തപ്പം കൊണ്ടുപോയി കൊടുത്തിട്ടോ. അഞ്ചേട്ടൻ ചായ കുടിച്ചോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ആൾ ചായ കുടിക്കുകയാണ്. രാവിലെ ഒരു കഷ്ണമെങ്കിലും തിന്നണം എന്നുള്ളൊരു നിർബന്ധം കേട്ടോ ആൾക്ക്. കൂടുതലൊന്നും തിന്നൂല, കുറച്ചേ തിന്നുള്ളൂ. അപ്പം ഞാൻ മൂപ്പർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചോറൊക്കെ റെഡി ആയിട്ടോ, അതൊക്കെ വേഗം പാത്രത്തിലാക്കി കൊടുത്ത്. അപ്പോൾ അഞ്ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ പാപ്പു കൊലായിൽ നിന്നിട്ട് അഞ്ചേട്ടൻ നോക്കുക കേട്ടോ. ഇതിവിടെ എന്നുള്ള പതിവ് കാഴ്ചയാണ് കേട്ടോ. അഞ്ചേട്ടൻ അവിടെ നിന്ന് കുറച്ച് പോട്ടട്ടോ അച്ഛ പോട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പാപ്പുവിനോട് പറഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ പാപ്പു ഇവിടെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കി അങ്ങനെ നിൽക്കും കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു കാഴ്ചയാട്ടോ. രാവിലെ തന്നെ ഭയങ്കര വിഷമമാണ് നോക്കാൻ അനീഷേട്ടൻ പോയാൽ. പിന്നെ കുറേ നേരത്തിന് ഇവിടെ നിന്ന് എണീച്ച് പോരൂല കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വേഗം പോന്നു. പിന്നെ അമ്മനെ കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് പുന്നാരിപ്പിക്കണം കണ്ടോ. രാവിലെ എന്നും അങ്ങനെ തന്നെയാണ്, അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല എന്നുള്ളൂ കേട്ടോ. എന്നും രാവിലെ എല്ലാവരെ കണ്ടാലുള്ള കളി അത്. അപ്പം ഇനി ആ പടിയുമ്മ പോയി പിടിച്ച് നിൽക്കണമെന്ന് എന്താ വെച്ചാൽ ഓളെ ആ പടിയുമ്മൽ കയറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ പോയി നിൽക്കുന്നത്. അപ്പം അമ്മ പറയുന്നുണ്ട് നല്ലോണം നിന്നാലല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓൾക്ക് നമ്മളെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷമാണ്. അപ്പോൾ അമ്മ വേഗം പിന്നെ പിടിച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ടോ. ഇനി ഇപ്പോൾ അവിടെ ഇരുന്ന് ഓളെ ഒന്ന് തല കൂടി കൊടുക്കണം. അപ്പോൾ അമ്മ ഉണ്ട് പറയുന്നത് എനിക്ക് നേരമില്ല, ഞാൻ പോവാണ്, പണിക്ക് പോവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എന്തായാലും അമ്മ അവിടെ ഇരുന്ന് ഓളെ ഒന്ന് തലകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പണിക്ക് പോകണം. അപ്പോൾ അമ്മ പോവലൊക്കെ തുടങ്ങിയല്ലോ അല്ലേ. അമ്മയ്ക്ക് ഇതാ നല്ല ഉഷാറായിട്ട് മുടിയൊക്കെ വന്നു കേട്ടോ. എത്രത്തോനെ മുടി ഉണ്ടായിനൊരു തലേനി അറിയോ. ആ കീമോ ചെയ്തതിലെല്ലാം മുടി അങ്ങോട്ട് പോയി. ഇപ്പോൾ ഉഷാറായിട്ട് മുടിയൊക്കെ വന്നിട്ടോ. അപ്പോൾ പാപ്പുമോളും അമ്മ ഇങ്ങനെ കുറേ അവിടെ ഇരുന്ന്. അപ്പോൾ പാപ്പു ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തെ തൊടിയിൽ മരങ്ങൾ മുറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് എന്നെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറയാം, പാപ്പു എന്തൊരു ശ്രദ്ധയിലാണ് അങ്ങോട്ടേക്ക് നോക്കിക്കണേന്ന്. ആ ഒച്ച കേട്ടിട്ടാണ് കേട്ടോ ആൾ നോക്കിക്കണേ. സമയം 7:10 ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ തന്നെ അവിടെ പണിക്കാർ വന്നിട്ട് കേട്ടോ, മോളെ ചെവി പിടിച്ചിട്ട് നീ ചെവി കൂർപ്പിച്ച് വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെവി പിടിച്ചതാട്ടോ. അതൊന്നും നോക്കൊരു വിഷയമല്ല. ഞങ്ങൾ ചെവി പിടിക്കുക, കാല് പിടിക്കുക, കൈ പിടിക്കുക, അതൊന്നും നോക്ക് വിഷയമല്ല. എന്താ പറയുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അടുക്കളയിൽ എനിക്ക് പണി വേറെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ ഞാൻ കുത്തപ്പം എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോറിന് വെള്ളം വെച്ചിട്ടോ, ഇനി സമാധാനത്തിൽ ചോറ് വെക്കാമല്ലോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ വൈകുന്നേരം വെക്കൽ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരം വൈകില്ലേ, അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കുത്തപ്പൊക്കെ അവിടെ റെഡിയായി സെറ്റായി അടിപൊളിയായി. ഇനി വേഗം ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചതുണ്ട് കേട്ടോ. അത് വെച്ചാൽ നായ്ക്കുട്ടികൾ കുത്തപ്പം തിന്നൂല, ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒരു 5-6 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ, അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ചിലപ്പോൾ നന്ദുമോൾക്കും വേണ്ടി വരും ദോശ, അബിക്കും വേണ്ടി വരും. കുത്തപ്പത്തിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ടീമാണ് രണ്ടാളും കേട്ടോ. ചിലപ്പോൾ അബിയൊന്ന് തിന്ന് നോക്കും, ചിലപ്പോൾ എനിക്ക് വേണ്ടാന്ന് തന്നെ പറയും. അപ്പോൾ ഇന്ന് എന്താവും സ്ഥിതി എന്നൊന്നും അറിയില്ല, എന്നാലും ഉണ്ടാവും സംഭവമുണ്ട്. കലക്കിയപ്പം പിന്നെ കൂടുതലായിട്ടുള്ള പോലെ തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് ചുട്ടെടുക്കാം, വേണ്ടവർ വേണ്ടത് തിന്നോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു പണിയിലിങ്ങനെ നടക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഓരോ വിളിക്കുന്നുണ്ട്. ഓർക്ക് പോവേണ്ട സമയമായി വിളിക്കണമെന്നൊക്കെ പറഞ്ഞേന്. എത്ര വിളിച്ചാലും ഓർക്കൊരു സമയമുണ്ട്, അലാറം അടിച്ചാലേ ഓര് എണീക്കുള്ളൂ കേട്ടോ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ദോശ ഉഷാറായിട്ട് വെന്തിന് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ അബി എണീച്ചാൽ വേണം ചായ കൊടുക്കാനായിട്ട് നായ്ക്കുട്ടികൾക്ക്. അപ്പോൾ ഒന്ന് ചിക്കനും ദോശയും കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഓർക്ക് നല്ല ഇഷ്ടമാട്ടോ, ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ്. അബിക്കും നന്ദുവിനും ഇഷ്ടമാണ്, നായ്ക്കുട്ടികൾക്കും ഇഷ്ടമാണ് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാട്ടെ ഈ ദോശ. ഇത് നമ്മളെ പച്ചരി അരച്ചിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കലക്കിയാൽ ദോശമാവായി. ഉഴുന്ന് ദോശേൻ്റെ മാവല്ലല്ലോ. അപ്പോൾ ഉഴുന്ന് ദോശ നായ്ക്കുട്ടികൾക്ക് വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വല്ലാതെ ഇപ്പം ഉണ്ടാക്കലില്ല കേട്ടോ. ഇഡ്ഡലീൻ്റെ ആ പുളിപ്പ് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് വല്ലാതെ അങ്ങോട്ട് ഉണ്ടാക്കലൊന്നുമില്ല. എന്നാലും ഇടയ്ക്കൊന്നും ഉണ്ടാക്കും കേട്ടോ, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം ദോശേൻ്റെ പണി തകൃതിയായി നടക്കും. കാരണം ഗ്യാസുമ്മലാകുമ്പോൾ തന്നെ ദോശപ്പണി തീരാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ഇതുമൂല തന്നെയാണ് ദോശ ഉണ്ടാക്കൽ കേട്ടോ. പക്ഷേ ഇന്ന് കുത്തപ്പായതുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചിരുന്നുള്ളൂ. അപ്പോൾ അബി എണീച്ച് കുളിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് ആൾക്ക് പോകണം, 8:10 ബസ്സിന് പോകണം. 7:10 ആകുമ്പോഴാണ് ഇപ്പോൾ ആൾ എണീച്ചത്. അപ്പോൾ ഒന്ന് തിരക്കിട്ട പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അമ്മ ചായ കൊടുക്കണം, ഞാൻ പോവുകയാണ് വേഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ദോശയാണ് തിന്നാൻ വന്നത്. അപ്പോൾ ദോശ എടുത്ത് തിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓന് പോകണം 8:10 ബസ്സിന്. അപ്പോൾ നായ്ക്കുട്ടികൾക്കൊക്കെ ഞാൻ പിന്നെ ആയതിനനുസരിച്ച് കൊടുക്കാൻ വിചാരിക്കുക. അപ്പം ഞാൻ ചായ കുടിക്കണമെന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്, പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ ഏകദേശം തിളച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും അരി ഇട്ട് കൊടുക്കണം. റേഷൻ പീടികയിലെ അരിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചേറി കൊടുക്കുകയാണ്. അതിൽ നെല്ലുണ്ട്, അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കല്ലൊന്നും അങ്ങനെ ഇല്ല കേട്ടോ, നെല്ലുണ്ട്. അപ്പോൾ അതൊന്ന് ചേറി കൊടുക്കുകയാണ്. നമ്മൾ റോക്കിമോൻ കൂട്ടുന്ന അടുക്കളയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, എപ്പോഴാണ് ചായ തരിക വിചാരിച്ചിട്ട്. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ചായ കൊടുക്കാനായിട്ട്. അരി ഇടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായില്ലേ. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുക്കട്ടെ. അടുക്കളയിൽ നല്ല പുകയാട്ടോ, എന്താ അറിയില്ല, ഈ അടുക്കളയിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അധികം ചില സമയത്ത് പുകയോണ്ട് ഇങ്ങോട്ട് നിറയും കേട്ടോ. എത്ര കുഴയിൽ തട്ടി കൊടുത്തിട്ടും കാര്യമില്ല, പുക ചില സമയത്ത് ഇങ്ങനെ തന്നെ ഒരു തിരിഞ്ഞുകളിയാണെന്ന് പറഞ്ഞില്ലേ, അതാണ് പുകയ്ക്കുള്ളതെന്ന്. അപ്പോൾ എന്തായാലും അത് അവിടെ കിടന്ന് കത്തട്ടെ. പിന്നെ വിറക് കൂടുതൽ ഇട്ട് കൊടുത്തോണ്ടാണോ എന്നും പറയാൻ പറ്റില്ല, അതിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ട്. എന്തായാലും അരി കഴുകി ഇട്ട് കൊടുത്തിട്ട് വേണം തീയൊന്നും ശരിക്കൊന്ന് കത്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ പണിയും വേഗം ഇങ്ങനെ ചെയ്യണം. ഇനി തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞാലല്ലേ അത് നമുക്ക് വേഗം തീർക്കാൻ പറ്റുള്ളൂ പണി. അപ്പോൾ നന്ദു ഇപ്പം പോകും. നന്ദുന് 9:30 പരീക്ഷയാണെന്ന് പറയുന്നുണ്ട്. അബി 8:10 ബസ്സിനും. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കാവും നല്ലത്. എല്ലാവരും ഉണ്ടാകുമ്പോൾ തുടയ്ക്കൽ തീരെ നടക്കാത്തൊരു പരിപാടി കേട്ടത്. അപ്പം ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞാലേ ഇതിന് നിൽക്കലുള്ളൂ. അടിച്ചു തരിക, തുടയ്ക്കുക. അടിച്ചു തരാൻ പിന്നെ നമുക്ക് അടിച്ചു തരാൻ വിചാരിക്കുക. തുടയ്ക്കൽ ഉണ്ടാകുമ്പോൾ നടക്കണ ഒരു കാര്യമില്ല. അപ്പം ആരും ഇല്ലാത്ത സമയം നോക്കി തുടയ്ക്കാനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നാൽ പിന്നെ ആരും ചവിട്ടി കയറുന്നോ അവിടെ ചളിയായി ഇവിടെ ചളിയെന്നൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടോ, നല്ലോണം ഇളക്കിയൊക്കെ കൊടുക്കണം. എന്നാലും ഡെവറയിൽ കുറച്ചും കൂടി അരിയുണ്ട്, അതൊന്ന് കൈ കൊണ്ട് സെറ്റാക്കി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമ്മളെ നല്ല റേഷൻ പീടികയിൽ നിന്ന് കിട്ടിയ നല്ല അരി കേട്ടോ, നല്ല ചോറൊക്കെയാണ്, നല്ലൊരു ടേസ്റ്റ്. എനിക്ക് ഈ അരിൻ്റെ ചോറ് തിന്നാനാട്ടോ ഭയങ്കര ഇഷ്ടം. എനിക്ക് നമ്മളെ ഈ കുറുവ അരിൻ്റെ ചോറിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. എനിക്ക് ഈ ചോറ് കറിയൊക്കെ കൂട്ടി കുഴച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു സുഖമായിട്ട് കൈ കിട്ടുമല്ലോ. അപ്പോൾ ഈ ചോറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ തീ ഞാൻ നല്ലോണം ഉഷാറാക്കി കൊടുത്തിട്ടോ. പുകയൊക്കെ കുറേ പോയിന്. ജനവാതിലൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ വഴിക്ക് കൂടി പുക പോകുമെന്ന് വെച്ചാൽ ആ വഴിക്ക് കൂടിയൊക്കെ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ജനവാതിലൊക്കെ തുറന്നിട്ട് സെറ്റാക്കിന്. വാതിലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ദോശപ്പണി തകൃതിയായി തുടങ്ങിയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ചട്ടിയൊക്കെ തുടച്ചു കൊടുക്കും കേട്ടോ. ആ പിടിച്ച് കിടക്കണതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോട്ടേ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ ദോശയ്ക്ക് ഒരു കരിച്ചിൽ വരും. അപ്പോൾ ആ കരിച്ചിൽ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാ ദോശൻ്റെ പണി നടന്നുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി ഒരു കളിയാണല്ലേ രാവിലെ. വീട്ടിലുള്ള അടുക്കളയിലെ അവസ്ഥയാവും ഇത്. എന്താ പറയുക, വീട്ടിലെ അമ്മമാർക്കൊരു തിരക്കിട്ട പണിയാണ്, മക്കൾക്ക് ഓർക്ക് പോവേണ്ട ഒരു തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും സാരമില്ല, ഓരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ പണിയെടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഒരു ലോഡ് പാത്രം കഴുകാണ്ടിട്ടൊക്കെ കഴുകണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നോരോന്ന് ചെയ്തെടുക്കണം. ഇപ്പോൾ തീയൊക്കെ ഉഷാറായിട്ട് കത്തുണ്ട്. അപ്പം വിറക് നല്ല പിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ പുകേൻ്റെ ശല്യം ഇല്ല കേട്ടോ. അപ്പോൾ അരിയിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേവും, അതുകൊണ്ട് കൂടുതൽ വിറകൊന്നും ഞാൻ വെച്ച് കൊടുക്കില്ല. അപ്പോൾ നന്ദുമോൾ എണീച്ച് വന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട് കേട്ടോ. ഓൾക്കിനി പോകാനൊക്കെ ആയി തുടങ്ങിന്, 8:30 ആയിന്. വേഗം കുളിയൊക്കെ കഴിഞ്ഞാൽ ഓൾക്ക് അങ്ങോട്ട് പോകാമല്ലോ. പക്ഷെ ഭയങ്കര ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തല നനയ്ക്കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ. ഭയങ്കര ജലദോഷം കഫക്കെട്ടൊക്കെയാണ് പനി വന്ന് പോയതിൻ്റെ ശേഷം. അപ്പോൾ ദോശപ്പണിയും കഴിഞ്ഞ് ലാസ്റ്റ് ദോശ അതാ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇനി അത് അവിടെ കിടന്ന് ചൂടായിക്കോട്ടെ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആ കുറച്ച് പാത്രം ഉണ്ടല്ലോ അതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോഴേക്ക് നന്ദുമോൾ കുളിക്കാനൊക്കെ വേണ്ടി പോയിന്. അപ്പോഴേക്ക് ഓൾ പോകുമ്പോഴേക്ക് കുറേയും കൂടി പണി കഴിച്ച് വെക്കണം എന്നുള്ളൊരു തോന്നലാട്ടോ. കാരണം എന്നാൽ പിന്നെ ഓളിപ്പം കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഓളെ മുടി കെട്ടി കൊടുക്കാൻ പോകേണ്ടി വരും. അപ്പോഴേക്ക് ഞാൻ വേഗം പാത്രങ്ങൾ കഴുകിയെടുത്ത്. അപ്പോൾ ഓരോ പണി വെറുതെ നിൽക്കണ നേരം കൊണ്ട് കഴിഞ്ഞ് കിട്ടിയാലും നമുക്ക് തന്നെയില്ല ആശ്വാസം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ചെങ്കിലും സമയം നമുക്ക് ഒന്ന് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. വീഡിയോ ഇട്ടുന്ന ദിവസങ്ങളിൽ, അല്ലാത്ത ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു മൂഡ് ഓഫൊക്കെ തന്നെയാണ്. നമുക്ക് വീഡിയോ ഇടാനില്ലല്ലോ, ഇന്ന് എന്താ ഞാൻ വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. പക്ഷേ നമുക്ക് വേറെ ഒരു സംഭവങ്ങളും വീഡിയോ എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ അത് ആൾ വരുന്നുണ്ട്, കുളിക്കാൻ പോയടുത്തുനിന്ന് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോയി കുളിച്ചിട്ട് പോര്, അപ്പോഴേക്ക് ഞാൻ പാത്രമൊക്കെ കഴുകി കഴിയട്ടെ പറഞ്ഞ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ തന്നെ സമാധാനമാണ്. അത് ഞാൻ ആവുമ്പം കഴുകി വെക്കല. ഇന്ന് പിന്നെ എല്ലാം അവിടെ തന്നെ കൂട്ടി വെച്ച പോലെ ആയി ഇന്നത്തെ ദിവസം. എന്നാലും വേണ്ടില്ല, കുഴപ്പമില്ല, എല്ലാം പണി വേഗം കഴിഞ്ഞിട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ ഇനി. അപ്പം ഇനി ഓളെ മുടിയൊന്ന് കെട്ടി കൊടുക്കട്ടെ. ആൾ പറഞ്ഞ പോലെ തല നനച്ചിട്ടില്ല, നല്ല കഫക്കെട്ടാന്ന് പറഞ്ഞല്ലോ, ജലദോഷം കൊണ്ട് വയ്യ. അതുകൊണ്ട് ഓളെ മുടി ഇനി ഒന്ന് വേഗം കെട്ടി കൊടുക്കണം. ഈ വിയർപ്പൊക്കെ ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നുണ്ട്, ഭയങ്കരമായിട്ട് ജലദോഷം ആൾക്ക്. അപ്പോൾ ഇനി ഈ മുടി കെട്ടുന്നതിൻ്റെ ഇടയിൽ കൂടി എനിക്കിതൊരു സെർച്ചിങ് പതിവുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കും ഞാൻ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. അതാണ് അവസ്ഥ. പെൺകുട്ടികളെ തല സ്കൂളിലൊക്കെ പോയി എല്ലാവരുടെ അടുത്തും ഇരിക്കുന്നതൊക്കെ അല്ലേ, അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും. അപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് വേണം തലയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് തരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ. എനിക്ക് ഓരോ തലയിലൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. അതെടുത്ത് തീർത്ത് കൊടുക്കുന്നവർക്ക് ഒരു സമാധാനം കിട്ടില്ല സത്യത്തിലും. അപ്പം ഞാൻ ഓളെ തല ഫുള്ള് ക്ലീനാക്കി എടുക്കുക ചെയ്യലിട്ട്. അങ്ങനെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഡ്യൂട്ടി അതാണ് കേട്ടോ. ഞാൻ നമ്മളെ തല പിടിച്ച് വെച്ച് എല്ലാം റെഡിയാക്കി കൊടുക്കും. അപ്പോൾ കുറേ ദിവസമായി തലയൊക്കെ നോക്കിയിട്ട് ഇപ്പം വല്ലാണ്ടൊന്നും കാണാത്തതുകൊണ്ട് തന്നെ തല അങ്ങനെ പിടിച്ച് വെക്കലൊന്നും ഇല്ല ഞാൻ. അപ്പം ഇനി എന്തായാലും ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, ഇനി ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാണ്ട്, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ പോലെ തലയിലേക്കും മുടിയിലേക്കൊന്നും എത്താഞ്ഞാൽ അത് ശരിയാവില്ല. ഒരു വലിയ കുട്ടികളായല്ലോ എന്ന് വിചാരിച്ച് നിന്നാലേ ഓലെ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് പോയില്ലേ. അപ്പോൾ നമ്മളൊരു ശ്രദ്ധ ഓലെ മേലെ എപ്പോഴും വേണം, ഓലെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ആൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ പോയിട്ടോ, പരീക്ഷയാണ് എന്നും കൂടെ ഉള്ളൂ, ഒന്ന് സ്കൂൾ പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോണത്. അപ്പോൾ ഇനിയിപ്പം കുറേ ദിവസത്തിനും 2 മാസത്തിനും അല്ലേ പറയണ്ടേ. എനിക്ക് വായയ്ക്ക് ഒരു സ്വൈര്യം ഉണ്ടാവില്ല കേട്ടോ സത്യം പറയാച്ചാൽ. രണ്ടാളും അത്ര വലിപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപിടി ഇവിടെ നടക്കും, നല്ല കച്ചറ ഉണ്ടാകും രണ്ടാളും പാടെ. അപ്പോൾ ഈ 2 മാസം ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു സംശയം സത്യത്തിൽ കേട്ടോ. എനിക്ക് ഇവരെ രണ്ടാളെയും മേയ്ക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അവരെന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ അച്ഛൻ വരട്ടെ എന്ന് പറയുള്ളൂ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാനത് പറയാനായിട്ട് മറന്നും പോകും. പിറ്റേന്നും ഇതന്നെ സ്ഥിതി, ഇവർ നല്ല തല്ലുപിടി ഉണ്ടാകും. പിറ്റേന്ന് ഞാൻ പറയും അച്ഛൻ വരട്ടെ, അത് ഞാൻ മറന്നു. അത് ഇവർക്കൊരു ഭയങ്കരമായിട്ട് ഒരു പുന്നാരായി, അതങ്ങനെ ഉണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഓലെ പ്രായവും അതൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ കുറച്ചും കൂടി വലുതൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും തന്നെ വിചാരിക്കല്ലേ, മക്കളല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. ചില ദിവസങ്ങളിൽ നല്ല അടി അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കും കേട്ടോ. രണ്ടാൾക്കും ഒരുപോലെ അങ്ങോട്ട് കൊടുക്കുമ്പം പിന്നെ വലിയ കുഴപ്പമില്ല. രണ്ടാളും കുറച്ച് ദിവസത്തിനൊക്കെ ഒന്ന് ഡീസൻ്റ് ആകും, പിന്നെയും തുടങ്ങും. അതൊക്കെ തന്നെയാണ് എല്ലാ വീട്ടിലെ സംഭവങ്ങളും അല്ലേ. ഇവിടുത്തെ അവസ്ഥ ഇനി അങ്ങോട്ട് കാണാൻ പോണത് അതൊക്കെ തന്നെയാണ് കൂട്ടരെ. അപ്പം അതാ നമ്മളെ ചോറൂറ്റൽ കഴിഞ്ഞിട്ടോ, ഒക്കെ കഴിഞ്ഞിതാ ഞാൻ
വേറെ വെള്ളം വെച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വർത്താനത്തിനിടയിൽ അതൊക്കെ മറന്നല്ലേ. അടുക്കളൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തുടക്കുകയാണ്. അപ്പോൾ 2 റൂം ഞാൻ തുടച്ച് കഴിഞ്ഞിന് കേട്ടോ. മുകളിലൊക്കെ ഞാൻ ഇന്നലെ തുടച്ച്, മുകളിലൊരു റൂമുണ്ട്, അപ്പോൾ ഞാൻ മുകളിലൊക്കെ ഇന്നലെ തുടച്ച് കഴിഞ്ഞിന്. അപ്പോൾ ഇന്ന് ഇവിടെയും തുടച്ചിട്ടോ. മുകളിൽ തുടയ്ക്കണ ദിവസം ചില ദിവസം ഞാൻ ഇവിടെ തുടയ്ക്കലില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പം ഇവരെല്ലാവരും പോയല്ലോ, ആ പോയ തക്കം നോക്കിയിട്ടുള്ള പരിപാടികളാട്ടോ ഇതൊക്കെ. എല്ലാം പിന്നെ ചവിട്ടി കയറി നാശാക്കും. അബി ഒരു വഴിക്ക് കൂടി പോരുമ്പോൾ നന്ദു ഒരു വഴിക്ക് കൂടി വരും. അപ്പോൾ ഓരോട് അവിടെ ചവിട്ടല്ലേ ഇവിടെ ചവിട്ടല്ലേ പറയുമ്പോൾ വേറെ ആൾ അവിടെ ചവിട്ടും. അപ്പോൾ ആ യുദ്ധത്തിന് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഉള്ള ദിവസങ്ങളിൽ ഞാൻ അധികം തുടയ്ക്കില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു 2 ആൾ ഉറങ്ങി നീക്കാത്ത മുന്നേ തുടയ്ക്കും. അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യൽ. അപ്പോൾ ഇതെന്തായാലും തുടയ്ക്കട്ടെ. ഉഷാറായിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇനി ഞാൻ എൻ്റെ പാകം പോലെ പണിയെടുക്കട്ടെ. നന്ദുമോൾ ഉച്ചയാകുമ്പോഴേക്കേ വരുള്ളൂ, അബി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കേ വരുള്ളൂ. അബിക്കും ഇന്ന് കോളേജ് പൂട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇനി എന്താ ഏതാ ഒന്നും അറിയില്ല. ഇന്നലെ നോമ്പ് തുറക്കെ ഉണ്ടേനി കോളേജിൽ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വരുമ്പോൾ തന്നെ 7 മണി 8:30 രാത്രിയിൽ. അപ്പോഴൊക്കെയാണ് ആളിങ്ങനെ വന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓരോക്കെ ഒരു ആഘോഷ സമയമല്ലേ അല്ലേ. അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ഒരു പണി ശരിയാവണവരെ ഞാനും ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പണി ശരിയായാൽ ഞാനും അങ്ങോട്ട് പോകും. ഒന്നാമത് ഇപ്പോൾ എവിടെയും പണി നോക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലത് കൈക്ക് ഭയങ്കരമായിട്ടൊരു വേദന തുടങ്ങിയിട്ട് കുറേ ദിവസമായി കൂട്ടുകാരെ. എന്താണെന്നറിയില്ല, വലത് കൈ മുതൽ ഉള്ളൻ കൈ വരെ തരിപ്പും വേദനയും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടും വേണം. ഡോക്ടറെ കാണിച്ചിന്. ആ മരുന്ന് കുടിച്ചിട്ടാണെങ്കിലോ എണീച്ച് നടക്കാൻ വയ്യാത്ത പോലത്തെ ഒരു മരുന്നാട്ടോ. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കാൻ വയ്യ, പകൽ ഒരു പണി ചെയ്യാൻ വയ്യ, ക്ഷീണം കൊണ്ടങ്ങനെ കിടക്കല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ആ മരുന്ന് കുടിച്ചാൽ ഇനി കാര്യങ്ങൾ നടക്കില്ല, നമ്മളെ വീട്ടിലെ പണികൾ നടക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ എന്നും ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ 2 ദിവസം എനിക്ക് തീരെ വയ്യാണ്ട് അങ്ങനെ കിടന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ആ മരുന്ന് കുടിക്കൽ അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന്. അനീഷേട്ടനാണെങ്കിൽ ആ മരുന്ന് എഴുതിയത് മൊത്തം 2 ആഴ്ചയ്ക്കുള്ള മരുന്നും വാങ്ങിക്കൊണ്ടുവന്നിന്. അപ്പം ഞാൻ ആ മരുന്ന് കൂടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാ ഞാൻ എൻ്റെ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാണ്. വേദനയ്ക്കാണെങ്കിൽ ഒരു കുറവുമില്ല, കാരണം മരുന്ന് കുടിക്കില്ല. മരുന്ന് കുടിച്ചാൽ ക്ഷീണമാണ്, അതുകൊണ്ട് അത് കുടിക്കലും അവിടെ നിർത്തിവെച്ച്. അങ്ങനെ ഇനിയിപ്പം വെള്ളം വന്നിട്ടില്ല. ഞാൻ നോക്കിയപ്പം ടാങ്കിലൊക്കെ വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പിടിച്ച് വെച്ച കുറച്ച് വെള്ളമുണ്ട്. അപ്പം ഞാൻ കുറച്ചേ തിരുമ്പാനുള്ളൂ, മക്കളിട്ട ഡ്രസ്സുകൾ മാത്രം തന്നെയുള്ളൂ. ബാക്കി മെഷീനിലിടണം, വെള്ളം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കി അവിടെ മാറ്റി വെച്ചിന്. അപ്പോൾ ഞാൻ മക്കളുടെ ഡ്രസ്സൊക്കെ ഒരു വൈകുന്നേരം വന്നൊന്ന് മേലെഴുകി മാറ്റണതാണ്. അപ്പോൾ അതിൽ അത്രമാത്രം ചളിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആ വേർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് വേഗം സോപ്പൊക്കെ തേച്ചൊന്ന് കല്ലുമ്മലൊന്ന് വേഗം ഒന്ന് അടിച്ചിട്ടെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. വലുതൊക്കെ ഞാൻ മാറ്റി വെക്കും, വലുതൊന്നും ഞാൻ മിഷനിലിടൽ, കല്ലുമ്മൽ തിരുമ്പലില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കിനും പ്രോബ്ലമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഓരോ പണികളും അതാത് സ്ഥാനത്ത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞില്ലേ. ഓരോ പണിക്കും അതിൻ്റേതായ ഒരു സമയമുണ്ട് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല വലുതും കാര്യങ്ങളൊക്കെ മിഷനിൽ കൊണ്ടുപോയിടും, ചെറുതൊക്കെ ചില സമയം കല്ലുമ്മൽ കുത്തിയിടും. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളെ വയ്യായികളും എല്ലാം നോക്കിയിട്ടുള്ള പണികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നന്ദുമോളൊക്കെ ഇത് ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ വന്നപ്പം ഒന്ന് മേലൊഴുകി മാറ്റിയ ഡ്രസ്സാണ്. അതേപോലെ അത് രാവിലെ മാറ്റി കുളിച്ച് പോയി. അപ്പോൾ അതും വേഗം ഒന്ന് സോപ്പൊക്കെ തേച്ചൊന്ന് തച്ചൊലുമ്പി ഇട്ടാൽ അതും അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പം വെള്ളം വന്നു കഴിഞ്ഞാൽ ബാക്കി മിഷനിലൂടാം. അങ്ങനെ നമ്മളെ പണികൾ അങ്ങോട്ട് എളുപ്പത്തിൽ നടന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിൽ രാവിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇതൊക്കെ തന്നെയാണ് ഡെയിലിയും. പക്ഷേ എന്നും ഇതൊക്കെ തന്നെ നമ്മൾ വീഡിയോ ആക്കി ഇടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു മുഷിച്ചിൽ വരും അല്ലേ. മുഷിച്ചിൽ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇതന്നെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ, ഇതന്നെയുള്ളൂ കണ്ടൻറ്റ് എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ഉൾപ്പെടുത്തലില്ല കേട്ടോ. ഇപ്പം കാര്യമായിട്ട് ഞാൻ വീഡിയോ ഇടൽ തന്നെ ഇല്ല സത്യത്തിൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആയിപ്പം. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വീഡിയോ ഇടാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് തിരുമ്പൽ കഴിഞ്ഞപ്പോൾ വേഗം അതൊന്ന് ഒലിമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പൊരി വെയിലുണ്ട് മുറ്റത്ത്. ആ മുറ്റത്ത് അങ്ങോട്ട് ഇതിപ്പോൾ കൊണ്ടുപോയിട്ടാൽ നല്ല പപ്പടം പൊള്ളണ അരി പൊള്ളു കേട്ടോ. അതിരി ചൂടുണ്ട് മുറ്റത്ത് അയിലുമിൽ. അപ്പോൾ ഞാൻ വേഗം തിരുമ്പിയത് ഒലിമ്പിയിട്ട് വേഗം കൊണ്ടുപോയിടും. അതാണെങ്കിൽ ഇങ്ങനെ ഒലിമ്പി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം കേട്ടോ. കുനിയണ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടേ. എന്നാലും ദൈവത്തിനൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടും എന്തിനിങ്ങനെ ഉരവേദന തന്ന് പരീക്ഷിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടും ഒക്കെയാണ് ആലോചിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് വരെ ഞാൻ ചിന്തിക്കട്ടോ. ഈ ഒരു പ്രായത്തിൽ ഞാൻ ഈ ഊരയും കൊണ്ട് എന്താ പറയുക, ഈ സത്യം പറയട്ടോ, പറയുമ്പോൾ എല്ലാവർക്കും തമാശയായിട്ട് തോന്നും, ഭയങ്കര നടുവേദന. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇതങ്ങനെ ഈ ഒലുമ്പലൊന്നും നടക്കണൊരു കാര്യമില്ല. എന്നാലും ഞാൻ കുറച്ച്
തിരുമ്പും ഒന്ന് ഒലുമ്പിയിടും കുറച്ച് നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പണികൾ കേട്ടോ. ഒന്നാമത് വെള്ളം വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെയൊക്കെ നമ്മളെ പണികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. എന്തുതന്നെയായാലും 12 മണിയാകുമ്പോഴേക്കും നമ്മളെ പണി കഴിയണം എന്നുള്ള ആ ഒരു രീതിയാട്ടേക്ക് ആ ഒരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞിരിക്കണം എന്നൊക്കെയൊരു വാശി പോലെ കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സമയം നോക്കി എൻ്റെ പണി കഴിയലും കുളിച്ച് കയറലും ഒക്കെ കഴിയും. അപ്പോൾ അമ്മൻ്റെ ഒരു ടോപ്പ് ഉണ്ട്, ഇനി അതിൽ ലേശം ഉജാല മുക്കണം. എന്തായാലും അമ്മയ്ക്ക് ഉജാല മുക്കിയില്ലെങ്കിൽ പറ്റൂല, കളറില്ല പറയും. അപ്പം ഞാനത് നല്ല ഉജാല മുക്കി നല്ല കളറാക്കി കൊടുക്കുന്നു. അപ്പോൾ അത് വെയിലുകൊണ്ട് ഉണങ്ങി ആ കളർ റെഡി ആവും കേട്ടോ. അപ്പോൾ നല്ല പൊരി വെയിലാണ് കണ്ടോ, മുറ്റത്ത് നല്ല വെയിലാണ്. അതുകൊണ്ട് ഞാൻ ആ മുറ്റത്ത് അയലുമ്പോൾ തന്നെ എല്ലാം കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഇനി ഒരു ഉച്ച സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ അബീൻ്റെ നല്ല പുതിയ ഷർട്ടൊക്കെ ഉണ്ട്, എന്തായാലും അത് ഇവിടെ തന്നെ ഇടട്ടെ, നല്ല വെയിലുണ്ട് അങ്ങോട്ട് ഉണങ്ങട്ടെ വിചാരിച്ചിട്ട് ഞാനല്ലെങ്കിൽ ഈ അയലുമ്പോൾ കൊണ്ടുവന്നിട്ട് അത് ഇടലില്ല, ഷീറ്റിൻ്റെ ഉള്ളിൽ അയലുമ്മലാണ് ഇടൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇവിടെ കിടന്നൊന്ന് ഉണങ്ങട്ടെ എന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ മുറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ കൂട്ടുകാരെ. അതിരൊക്കെ ഒന്ന് കെട്ടാനായിട്ടുണ്ട്. അടുത്ത തൊടിയിലെ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്കൊക്കെ ഒന്ന് വെട്ടി കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും. എന്നും ഈ പുല്ല് പറിക്കാൻ നിന്നാൽ ആ കാര്യം നടക്കൂല കേട്ടോ. കാരണം ഇത് പറിച്ചിട്ടും കൂടുക എന്നല്ലാണ്ട് കുറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ തൊടിയിൽ അതിര് കെട്ടാത്തതുകൊണ്ട് ഫുള്ള് ഇങ്ങോട്ട് കയറും ഞങ്ങളെ മുറ്റത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഈ അതിരൊന്ന് കെട്ടണം എന്നൊരാഗ്രഹമുണ്ട്. എന്നാലും നമ്മളെ തൊടിയൊന്ന് വൃത്തിയാകും. അപ്പം ദൈവം സഹായിക്കുക, എന്തെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾക്ക് പറ്റിയാൽ ഞങ്ങളെ കയ്യിലുള്ള ഒരു സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ഈ അതിരൊന്ന് കെട്ടി വൃത്തിയാക്കാണ്ട്. അപ്പം ഞങ്ങളെ മുറ്റം ഞങ്ങളെ കോമ്പൗണ്ടൊക്കെ ഒന്ന് വൃത്തിയാകും. അപ്പം എല്ലാം ദൈവം സാധിച്ചു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. കൂടെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോയ്ക്കൊക്കെ വളരെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ കൂട്ടുകാരെ. ആരും നമ്മളെ വീഡിയോ ഒന്നും ശ്രദ്ധിക്കണമില്ല, മൈൻഡ് ചെയ്യണമില്ല, കാണണമില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ആറിടലൊക്കെ കഴിഞ്ഞിന് കേട്ടോ. അപ്പം കൊലായിലേക്ക് വന്നപ്പം പാപ്പുമോക്ക് എന്നെ കണ്ടപ്പോൾ ഒന്ന് കൊലായിലേക്ക് കയറണം, പാവല്ലേ രാവിലെ ഇട്ടതാ കൂട്ടിൽ. അപ്പോൾ ഞാൻ ഓളെ ഒന്ന് കൊലായിലേക്കൊക്കെ ഒന്ന് അങ്ങോട്ട് കെട്ടി ആൾ ഉഷാറായി കേട്ടോ. അവിടെ കിടക്കുന്നുണ്ട്, ഇനി അകത്തേക്കൊന്ന് കെട്ടിയിടണം, കുറച്ച് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.